ഡയാലിസിസ് ചെയ്യുന്നതിനിടെ വിറയിലും ഛർദിലുമുണ്ടായ 2 പേർ മരിച്ചതിന് പിന്നാലെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ പൂട്ടി. ചികിത്സാപ്പിഴവ് കാരണമാണ് രോഗികൾ മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ഉത്തരവിട്ടു. കഴിഞ്ഞ തിങ്കളാഴ്ച ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനിടെ 6 പേർക്ക് വിറയലും ഛർദിയുമുണ്ടായി. ഇവരെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റി. ഇവരിൽ കായംകുളം സ്വദേശി മജീദ്, ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചത്. ഡയാലിസിസിനിടെ ഉണ്ടായ അണുബാധയാണ് മരണകാരണമെന്നാണ് പരാതി. അവിടുത്തെ വീഴ്ച കൊണ്ട് തന്നെ എന്റെ അച്ഛനും ഇങ്ങനെ സംഭവിച്ചത്. ബ്ലഡ് പരിശോധിച്ചപ്പോൾ അണുബാധയാണെന്ന് അറിഞ്ഞത്. അണുബാധയുണ്ടായത് എങ്ങനെയാണെന്ന് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ സാമ്പിൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയച്ചു. ആശുപത്രിക്ക് വീഴ്ചയുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇവരുടെ ഒരു പ്രാഥമിക റിപ്പോർട്ടിൽ അവരുടെ ബ്ലഡിന്റെ കൗണ്ട് കൂടുതലായിട്ടാണ് കാണപ്പെട്ടത്. അവരുടെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ വീഴ്ചകൾ ഓരോ ദിവസവും പുറത്തുവരികയാണെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. മരിച്ചവരുടെ കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അപ്പോൾ തന്നെ ഞാൻ മന്ത്രി വീണ ജോർജിനെ വിളിച്ചു. വീണ ജോർജ് ഒരു ടീമിനെ അയക്കാമെന്ന് പറഞ്ഞു. ആ ടീം പരിശോധിച്ച ശേഷം കാരണം എന്താണെന്ന് കണ്ടെത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട 2 പേർ ഇപ്പോഴും വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മീഡിയ 1 ആലപ്പുഴ.